me the arithmetic sequence. Okay. We can make triangles by stacking dots. നമുക്ക് ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ വേറെ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളിലും എത്ര നമ്പർ ഓഫ് ഡോട്ട്സ് ഉണ്ടെന്ന് എഴുതണം. അപ്പോൾ ആദ്യത്തേൽ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തേൽ എത്രയുണ്ട്? 3 ഡോട്ട്സ് ഉണ്ട്. ആദ്യത്തേൽ 3 ഡോട്ട്സ്. പിന്നെ 1 2 3 4 5 6 ഡോട്ട്സ് ഉണ്ട്. പിന്നത്തേൽ 1 2 3 4 5 6 7 8 9 10 ഡോട്ട്സ് ഉണ്ട്. സിമ്പിൾ. ഇനി എന്താ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദീസ് പാറ്റേൺ. ഈ ഒരു പാറ്റേണിലൂടെ അടുത്ത 3 ട്രയാങ്കിൾസ് ഡോട്ട്സ് എത്ര ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ 1 2 3 പിന്നെന്താ 1 2 4 5 6 പിന്നെ 1 2 3 4 5 6 7 8 9 10. ഓ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടി. ഇവിടെ നോക്കി കൂട്ടുകാരെ, അടിയിൽ നോക്കി 2 ഡോട്ട്സ്. പിന്നീട് ഇവിടെ എത്രയായി? 3 ഡോട്ട്സ് ആയി. പിന്നീട് ഇവിടെ 4 ഡോട്ട്സ് ആയി. ഇനി അപ്പുറത്ത് എത്ര വരും? 5 ഡോട്ട്സ് അല്ലേ? 1 2 3 4 5. പിന്നെ ഇവിടെ ഒരു ഡോട്ട്സ് സെക്കൻഡ് ലെയറിൽ, ഇവിടെ 2 ഡോട്ട്സ്, ഇവിടെ 3 ഡോട്ട്സ്. ഇപ്പൊ സെക്കൻഡ് ലെയറിൽ ഇനി അടുത്തത് എത്ര വരും? 4 ഡോട്ട്സ് അല്ലേ? 1 2 4. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ തേർഡ് ലെയറിൽ ഒരു ഡോട്ട്, തേർഡ് ലെയർ 2 ഡോട്ട്സ്. ഇവിടെ തേർഡ് ലെയർ എത്ര വരും? 3 ഡോട്ട്സ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ 2 ഡോട്ട് വരും. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടി വരും, ഒരു ട്രയാങ്കിൾ. ഇനി അടുത്തത് വരാൻ ചാൻസ് എന്തായിരിക്കും? 1 2 4. ഇവിടെ 5 ആയിരുന്നു, ഇവിടെ ഇപ്പോൾ 6 വരും. 3 4 5 6. 1 2 4 5. ഞാൻ പറഞ്ഞിട്ടില്ല വേണം. 1 2 3 4. 1 2 3 1 2 3. വാ, 1 2 3 4 5 6. ഇവിടെ 6 ആയിരുന്നുണ്ടായിരുന്നു, ഇവിടെ 7 ആവും. 3 6 7. 1 2 3 4 5 6. 1 2 3 4 5. 1 2 3 4. 1 2 3 1 2 3. കറക്റ്റ് അല്ലേ? 7 6 5 4 3 2 1. ഓക്കെ. ഓ, ഞാൻ ഡോട്ട്സ് എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമുണ്ടോ? നോക്കാം. ഇവിടെ എന്തായിരുന്നു? 1 + 2. അപ്പോഴാണ് 3 കിട്ടിയത് അല്ലേ? 1 + 2 + 3 6 കിട്ടി. 1 + 2 + 3 + 4 10 കിട്ടി. 1 + 2 + 3 + 4 + 5 എന്ന് പറഞ്ഞാൽ 15. ഈ 15ന്റെ കൂടെ എന്തുകൊണ്ടും കൂട്ടിയാൽ മതി. ഇതിന്റെ അടിയിൽ ഞാൻ ഒരു 6 ഡോട്ട്സ് വരച്ചാൽ എളുപ്പമായില്ലേ? എത്രയായിരുന്നു? 6 ഡോട്ട്സ് ഇതിന്റെ അടിയിൽ വരച്ചാൽ ഈ ട്രയാങ്കിൾ എനിക്ക് കിട്ടില്ലേ? അപ്പോ 15ന്റെ കൂടെ എനിക്ക് 6 കൂട്ടിയാൽ പോരെ? 21. പിന്നെ 21ന്റെ കൂടെ എനിക്ക് 7 കൂട്ടിയാൽ പോരെ? 28. അപ്പൊ അടുത്ത ഡോട്ട്സിന്റെ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 15 21 28. ഇതായിരിക്കും ഉത്തരം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇറേസ് ചെയ്യാം. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ സീക്വൻസ് equilateral triangle, square, regular pentagon and so on of regular polygons from the following sequences. Following sequences, number of sides 3 4 5 6. അങ്ങനെ പോകുന്നു. സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ആൻ ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഇവരെന്താ പറയുന്നത് വെച്ചാൽ ഒരു സീക്വൻസ് ഉണ്ട്. 3 4 5 6 എന്ന് പറയുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ 3 സൈഡിലെ 3, സ്ക്വയറിന്റെ 4 സൈഡ്, പിന്നെ പെന്റഗന്റെ 5 സൈഡ്, അങ്ങനെ റെഗുലർ പോളിഗന്റെ ഒരു സീക്വൻസുകളാണ് ഇത്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സം ഓഫ്
സം ഓഫ് ഇന്നർ ആംഗിൾസ്. അങ്ങനെ കണ്ടുപിടിക്കാം. അതിന്റെ ഫോർമുലയുണ്ട് n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഒരു റെഗുലർ പോളിഗന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 ഇൻറ്റു 180 ഡിഗ്രി. നമുക്കപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. n എത്രയാണ്? n എന്ന് പറയുന്നത് സൈഡ്സ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ എത്രയോ? 3 - 2 ഇൻറ്റു 180 അല്ലെ? 3 - 2 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 180 തന്നെ. 3 - 2 1. ഇനി 4 n-ന് 4 കൊടുത്താൽ 4 - 2 ഇൻറ്റു 180 എത്രയാവും? 360. 180 180 കൂടി 4 - 2 2 2 ഇൻറ്റു 180. നെക്സ്റ്റ് 5 - 2 ഇൻറ്റു 180 എത്ര വരും? 540 വരും അല്ലേ? അങ്ങനെയായിരിക്കും ഈ സീക്വൻസ് പോവുക. അപ്പോൾ ഇവിടെ എന്താ തരുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ് 180, 360, 540 and so on. നമുക്ക് 6 കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 6 - 2 ഇൻറ്റു 180 കൂടി എഴുതാം. 720 എന്ന് കിട്ടും. 540 × 720 എന്നിട്ട് എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് ഇടാം. ഓക്കെ അല്ലേ? ഇറേസർ. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഫോർമുല പഠിക്കാൻ n-2 ഇൻറ്റു 180 ഡിഗ്രി ആണ്. n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോളിഗന്റെ സൈഡ്സിന്റെ എണ്ണമാണെന്ത് n എന്ന് പറയുന്നത്. ഇനി നമ്മളോട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ്. ഏതൊരു റെഗുലർ പോളിഗൺ നിങ്ങൾ എടുത്തോളൂ. ട്രയാങ്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, ഏതൊരു റെഗുലർ പോളിഗൺ എത്ര സൈഡ് ഉള്ളത് വേണമെങ്കിൽ എടുത്തോളൂ. അതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 360 ആയിരിക്കും. അപ്പോൾ 360 360 360 എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം വേണമെങ്കിൽ നോക്കാം. ഇതിന്റെ ഔട്ടർ ആംഗിൾ എങ്ങനെ എടുക്കാം? ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. വരച്ചതൊന്ന് വളഞ്ഞു പോയി. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. എപ്പോഴും ഇതിന് നേരെയായിട്ട് വരയ്ക്കാം. എന്നിട്ട് ഈ ആംഗിളില്ലേ, ഈ ആംഗിൾ കൂട്ടുക, ഈ ആംഗിള്, ഈ എല്ലാ ആംഗിളും കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ആംഗിൾ കിട്ടും. അതായിരിക്കും എന്ത്? 360 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കിയാലോ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പോയി, ഇത് 90 വരും, ഇവിടെയും 90 വരും, ഇവിടെ 90 വരും, ഇവിടെയും 90 വരും. 90 90 90 90 360 അല്ലേ? അതേപോലെ ഇനി പെൻറ്റഗൺ എടുത്ത് നോക്കി. ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിള്, ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 360 ഡിഗ്രി കിട്ടും. അപ്പൊ ഏതൊരു റെഗുലർ പോളിഗന്റെ ഔട്ടർ ആംഗിളിന്റെ സം എടുത്ത് കഴിഞ്ഞാൽ 360 തന്നെയാണ് കിട്ടുക. ഇനി ഇന്നർ ആംഗിള്, ഒരൊറ്റ ഇന്നർ ആംഗിൾ ആണ് ചോദിക്കുന്നത്. ഇതെല്ലാം റെഗുലർ പോളിഗൺസ് ആണല്ലോ. ഇപ്പോൾ ട്രയാംഗിൾ ഞാൻ എടുത്ത് നോക്കിയാൽ ഇതെല്ലാം ഒരു റെഗുലർ പോളിഗൺ അല്ലേ? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇന്നർ ആംഗിൾ അറിയാലോ നമുക്ക് 180 ആണ്. 180 ഇന്നർ ആംഗിൾ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ n. n എന്ന് പറയുന്നത് 3, സൈഡ്സ് 3 ആണ് ട്രയാംഗിൾ. അപ്പോൾ എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. 60 ഡിഗ്രി ആയിരിക്കും എന്ത്? ഇവിടുത്തെ ഒരു ആംഗിളിന്റെ ആണ്. ഇനി അടുത്തത് 360 ബൈ 4. 360 ബൈ 4 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. സ്ക്വയറിന്റെ ഒരു ആംഗിൾ 90 ആണല്ലോ. 90 ഡിഗ്രി. ഇനി അടുത്തത് 540. 540 ബൈ 5. 515 508 108 ഡിഗ്രി ആയിരിക്കും എന്ത്? ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഏതിന്റെ? പെന്റഗന്റെ ഇന്നർ ആംഗിളിന്റെ 108 ഡിഗ്രി. ഇത് നമുക്ക് കിട്ടിയില്ല. യെസ്. അപ്പൊ നമുക്ക് ഒരു ഇന്നർ ആംഗിളിന്റെ ഫോർമുല പഠിച്ചു വെക്കാം. ഇന്നർ ആംഗിളിന്റെ സമ്മ് ബൈ അതിന്റെ n സൈഡ്സ്. ഇനി നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഔട്ടർ ആംഗിൾ കിട്ടാൻ എളുപ്പമല്ലേ? ഒരൊറ്റ ഔട്ടർ ആംഗിൾ കിട്ടിയാൽ മതി. ബാക്കി എല്ലാ ഔട്ടർ ആംഗിളും അതേപോലെ തന്നെ സെയിം ആയിരിക്കും. ഇപ്പോൾ ട്രയാംഗിൾ തന്നെ അസ്യൂം ചെയ്യുക. ട്രയാംഗിളിന്റെ ഈ ഒരു മൊത്തം ആംഗിൾ, ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടുക? 180 കിട്ടുക. ഇന്നർ ആംഗിൾ ഇത്, ഔട്ടർ ആംഗിൾ ഈ പുറമേലത്തെ.
അപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടുക. ആ 180 നിന്ന് ഇന്നർ ആംഗിൾ കുറച്ചാൽ മതി. 180 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 120 വരും. 120 ഡിഗ്രി ആയിരിക്കും എന്ത്? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് 120 ഡിഗ്രി വരും. അതേപോലെ തന്നെ അടുത്തെന്ത് വരും? 180 മൈനസ് 90 എത്രയാണ്? 90 ഡിഗ്രി. അടുത്തത് 180 മൈനസ് 108 10 2 7 7 72 ഡിഗ്രി. അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ആദ്യം നമുക്കിത് ചെയ്താലോ. റിമൈൻഡർ 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. ആദ്യം നമുക്ക് നോക്കാം. ഒരു നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ ഏതൊക്കെ കിട്ടും? 0 കിട്ടും, 1 കിട്ടും, 2 കിട്ടും. ഇതിന് മേലെ റിമൈൻഡർ വേറെ ഒന്നും കിട്ടില്ല. കാരണം എന്താ? 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 3യേക്കാളും മേലെയോ ഒരു നമ്പറും നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടില്ല. 3നേക്കാളും താഴെ 0 മുതൽ 2 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് കിട്ടും. 0 മുതൽ 2. ഓക്കെ, അപ്പോൾ അത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലോ. 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് വന്നു? 1 റിമൈൻഡർ കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 റിമൈൻഡർ ആയിട്ട് കിട്ടി. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ? 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. അപ്പോൾ 1 ഇതിലത്തെ ഒരു ആളാണ്. ഇനി 2 ഇതിലത്തെ ആളാണ് അല്ല. എത്ര എനിക്ക് റിമൈൻഡർ കിട്ടുക? 2 എന്നാണ് കിട്ടുക. 2 എന്ന് പറയുന്നത് 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്നത് വേറെ സീക്വൻസ് ആക്കി എഴുതണം. 2 ഞാൻ ഇവിടെ എഴുതി. ഇനി 3 എന്തായിരിക്കും? 0 അല്ലേ കിട്ടുക? യെസ്, 0 ആണ് കിട്ടുക. അപ്പോൾ ഇതിലങ്ങനെ 0 റിമൈൻഡർ കിട്ടുന്നതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഏതൊക്കെ നമ്പർ നോക്കാം? 4 നോക്കാം. 3 1s 3 1 എന്നല്ലേ കിട്ടുക. അപ്പോൾ 4 ഇതിലത്തെ ഒരു മെമ്പറാണ്. 5 നോക്കാം. 3 1s 3 2 കിട്ടി. 5 ഇതിലത്തെ ഒരു നമ്പറാണ്. പിന്നെ ഏതാണ്? 6 നോക്കാം. 6 ഇല്ല, അത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെ 7 3 2 6 1 വരും. 7 ഇതിൽ വരും. പിന്നെ അടുത്തത് നോക്കാം. 8 3 2 6 2 എന്നല്ല കിട്ടുക. അപ്പോൾ ഇവിടെ വരും. ഇതെങ്ങനെയാണ് പോകുന്നത്? 1 4 7 ഇത് 3 വെച്ചിട്ട് കൂടുന്നത്. +3 വെച്ചിട്ട് 4 + 3 7 7 + 3 എന്തായിരിക്കും? അടുത്തത് 10 ആയിരിക്കും. 10 കഴിഞ്ഞാൽ 13 13 കഴിഞ്ഞാൽ 16 അങ്ങനെ പോകും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ അങ്ങനെയാണല്ലേ, 3 വെച്ചിട്ടല്ലേ കൂടി. 2 + 3 5 5 + 3 8 8 + 3 11 11 + 3 14 14 + 3 17. നോക്കി 1 2 3 ഇല്ല, 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല. 1 2 4 5 7 8 10 11 13 14 16 17. ഓക്കെ, ഇതാണ് ആ 2 സീക്വൻസുകൾ. റിമൈൻഡർ 1 കിട്ടണതും റിമൈൻഡർ 2 കിട്ടുന്നതും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസും റിമൈൻഡർ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതാം എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 1 തൊട്ട് പിന്നെ അനന്തമായി നീളുന്ന നമ്പേഴ്സ് ആണ് ഇത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പോയിന്റ്സ് ഒന്നും വരില്ല. 1 2 3 4 5 അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 6 ആകുന്ന ഒരു സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. എഴുതാലോ. ആദ്യം തന്നെ 1 എഴുതാം. 1 എഴുതിക്കൂടെ. 6 എഴുതാം. പിന്നെ 11 എഴുതാം. 16 എഴുതാം. 21 എഴുതാം. 26 എഴുതാം. 31 36 41 46 അങ്ങനെ പോകില്ലേ. ഇതിലെല്ലാത്തിലും 1 ലാസ്റ്റ് ഡിജിറ്റ് ആണ്, 6ഉം ലാസ്റ്റ് ഡിജിറ്റ് ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് 2 രീതിയിൽ ഈ സീക്വൻസിനൊന്ന് പറയാം.
എങ്ങനെയൊക്കെ പറയാം? ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ 10 കൊണ്ടാണ് ഈ സീക്വൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നിൽക്കുക. സപ്പോസ് ഞാൻ 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 എന്ന് കിട്ടും, ഇല്ലേ? 1 എന്ന് എനിക്ക് കിട്ടും. ഇനി 16നെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ എനിക്ക് 6 റിമൈൻഡർ കിട്ടും. അപ്പോൾ ഞാൻ പറയാണ് 10 കൊണ്ട് ഞാൻ ഇതിലത്തെ സീക്വൻസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 6 റിമൈൻഡർ കിട്ടും എന്ന് എനിക്ക് പറയാം. രണ്ട് രീതിയിൽ പറയാനാണ് ചോദിച്ചത്. ഇനി രണ്ടാമത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ 5. ഇതിലത്തെ ഏത് സീക്വൻസിനെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എനിക്ക് 1 തന്നെയാണ് റിമൈൻഡർ കിട്ടുക. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1 കിട്ടും, 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1 തന്നെ കിട്ടും. 16 കാരണം എന്താ? 5ന്റെ ടേബിളിൽ നിന്ന് ഒരു നമ്പർ കൂടുതലല്ലേ ഇവര്? അപ്പോൾ 5ന്റെ ടേബിളിൽ 5 ഉണ്ട്, 5ൽ നിന്ന് ഒരു 1 കൂടുതലാണ് എന്ത്? 6. അതേപോലെ 11 5ന്റെ ടേബിളിൽ 10 ഉണ്ട്, 10 + 1 11 അങ്ങനെ. അപ്പൊ ഇതിന്റെ എല്ലാം നോക്കി കഴിഞ്ഞാൽ 5ന്റെ ടേബിളിനേക്കാളും +1 കൂടുതലാണ്. അപ്പൊ എനിക്ക് എന്താ പറയാം? ഇതിലത്തെ ഏത് നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1 റിമൈൻഡർ കിട്ടുമെന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ സീക്വൻസിനെ ഒന്നിക്കിൽ 10n+1 എന്നുള്ള രീതിയിലോ 10n+6 എന്നുള്ള രീതിയിലോ എഴുതാം. ആണോ? 1നെ എനിക്ക് എങ്ങനെ എഴുതാം? 10 × 0 + 1 1 കിട്ടിയല്ലോ. ഇനി 10 × 0 + 6 6 കിട്ടി. 10 × 1 + 1 11, 10 × 1 + 6 16. അപ്പൊ എനിക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സീക്വൻസിലത്തെ ഏത് നമ്പറിനെയും എനിക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ 3 രീതി പറഞ്ഞു. 2 രീതിയാണ് അവർ ചോദിച്ചിട്ടുള്ളത്, ഞാൻ 3 രീതി പറഞ്ഞു. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ ഏത് ടേബിൾ എടുത്തു, 5 10 15 അല്ലെ, ഇതിൽ നിന്നും 4 കുറവായിരിക്കുന്നത് ഇതിലത്തെ ഈ സീക്വൻസിലത്തെ ഏത് നമ്പർ. അപ്പോൾ 5 ഞാൻ എടുത്തെന്ന് വെച്ചാൽ ഇതിനേക്കാളും 4 കുറവായിരിക്കുന്നത് 1 അല്ലെ. അപ്പൊ അങ്ങനെ 5ന്റെ ഏത് ടേബിൾ എടുത്തോളൂ അതിൽ നിന്ന് 4 കുറച്ചാൽ ആ പൊസിഷനിലുള്ള ടേം നമുക്ക് കിട്ടും. സോ ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സീ ദീസ് ഫിഗേഴ്സ്. നല്ല ഭംഗിയുള്ള ഫിഗേഴ്സ് ആണല്ലോ, ട്രയാങ്കിളിന്റെ പിരമിഡ് പോലെ. The first picture shows an equilateral triangle with a smaller triangle got by joining the midpoints of sides cut off. മനസ്സിലായില്ലോ? ഒന്നുകൂടി നോക്കാം. The first picture shows an equilateral triangle. ഫസ്റ്റ് പിക്ചർ കാണിക്കുന്നത് എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. With a smaller triangle got by joining the midpoints of the sides cut off. ഈ സൈഡിലത്തെ മിഡ് പോയിന്റുകൾ തമ്മിൽ ഈ സ്മോളർ ട്രയാങ്കിൾ കണ്ടിട്ട് നിങ്ങൾ ഇവ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു ട്രയാങ്കിൾ കിട്ടിയത്. The second picture shows the same thing done on each of the 3 triangles in the first picture. ഈ 3 ട്രയാങ്കിൾസ് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇതിന്റെ 3 എണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടും. അതേപോലെ ഇല്ല ഇത്. അതാണ് രണ്ടാമത്തെ ഇമേജ് ആയിട്ട് വന്നിരിക്കുന്നത്. The third picture shows the same thing done on the second picture. ഇവിടെ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ പിന്നെയും ഇതേപോലത്തെ 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ. How many rectangles are there in each picture? അത് സിമ്പിൾ അല്ലേ. ഇവിടെ നമുക്ക് കാണാം 1 2 3. അപ്പൊ ആദ്യത്തേല് 3 എണ്ണം ഉണ്ട്. പിന്നെന്തായിരിക്കും 3 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും മൊത്തം 3. ഇവിടെ ഈ ട്രയാങ്കിളിന്റെ 3 ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഇവിടെ ഉള്ളത്. ഒരെണ്ണത്തിന് 3 ഉണ്ടെങ്കിൽ 3 × 3 എത്രയാ? 9. പിന്നെ ഈ ഒരു ഇമേജിൽ 9 എണ്ണം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 9 × 3 9 × 3 എത്ര? 27. അപ്പൊ × 3 വെച്ചിട്ട് പോകും. അതായത് ഇവിടെ എത്രയാണുള്ളത് അതിന്റെ കൂടെ × 3 വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കിട്ടും. ഇവിടെ എത്രയാണ് ഇതിന്റെ കൂടെ × 3 വെച്ചിട്ട് അടുത്തത് കിട്ടും. ഇവിടെ × 3 വെച്ച് കഴിഞ്ഞാൽ അടുത്തത് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഈ സീക്വൻസ് പോകണം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ് ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ. Taking the area of whole uncut triangle as 1. കട്ട് ചെയ്യാത്ത ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതില്ലേ, അതിനെ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിലും ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്ന് കണക്കാക്കുക. ഈ ഒരു കട്ട് ചെയ്യാത്ത ഈ ഒരു ട്രയാങ്കിളിനെ ഒന്നായിട്ട് കാണാനാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു വലിയൊരു ട്രയാങ്കിളിനെ എന്ത് ചെയ്തു? മിഡിൽ പോയിന്റ് വെച്ചിട്ട് അല്ലെ, ഈ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റ്, ഈ ഒരു സൈഡിന്റെ മിഡിൽ കാണുന്നില്ല, ഈ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റ്, ഈ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റ്, ഈ ഒരു സൈഡിന്റെ മിഡിൽ പോയിന്റ്, ഇവ ചേർത്തിട്ട് എന്തായി?
വേറെ 1 2 3 4 ട്രയാങ്കിളായി. അപ്പോ ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കണേ. എളുപ്പല്ലേ? ഈ 1നെ എത്ര ട്രയാങ്കിൾ ആയിട്ട് മുറിച്ചു? 4. 1 2 3 4. 1/4 വരും. 1/4. അടുത്തതോ വലിയ ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5 6 അവിടെ പണി പാടും. അവിടെ അങ്ങനെയല്ലല്ലോ വരുന്നത്. ഇവിടെ 4, ഇവിടെ 4ആണ്. ഇതെന്തായിരിക്കും? 4 ഇതും 4. അപ്പൊ ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് വേറെ രീതിയിലാണ് വേറെ രീതിയിലല്ല നോക്കാം. ഇതൊരു വലിയ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റ് എടുത്തു. ഇവ തമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ എന്താ, ഈ ഒരു ട്രയാങ്കിളിനെ 4 ട്രയാങ്കിൾ ആക്കി മാറ്റി. 1 2 3 4. ഈ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആണെങ്കിൽ 4 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ്, ചെറിയ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ്. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/4. ഇനി ഈ സെക്കൻഡ് പിക്ചർ എങ്ങനെ കിട്ടി? ഈ സെക്കൻഡ് പിക്ചറിനെ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഈ ഇതേ പ്രോസസ് തന്നെ. ഈ ഒരു വലിയ ട്രയാങ്കിളിനെ ഞാൻ 4 കഷ്ണാക്കിയ പോലെ തന്നെ ഈ ട്രയാങ്കിളിനെ പിന്നെയും 4 കഷ്ണാക്കുക അല്ലേ? ഈ ചിത്രം ഒരേപോലെയല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന ട്രയാങ്കിളിനെ പിന്നെ ഞാൻ എങ്ങനെയാക്കി മാറ്റി? ഇങ്ങനെ ആക്കി മാറ്റി. എങ്ങനെ? ഓരോ ട്രയാങ്കിളിനെയും പിന്നെയും 4 കഷ്ണാക്കി 4 ചെറിയ ട്രയാങ്കിൾ ആക്കി മാറ്റുന്നുള്ളൂ. അപ്പൊ അത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 1/4നെ ഞാൻ എന്ത് ചെയ്തു? ഒന്നും കൂടി 1/4 ആയിട്ട് മുറിച്ചു. അപ്പൊ എന്ത് വരും? 1/16 കിട്ടില്ലേ? അതായിരിക്കും ഇവിടെ വരിക, 1/16. ഇനി ഈ 1/16 എന്ന ട്രയാങ്കിളിനെ, ഈ 1/16 ഏരിയ ഉള്ള, നമ്മളിപ്പോ എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആയിട്ട് പറയുന്നത്. ഈ 1/16 ഏരിയ ഉള്ള ട്രയാങ്കിളിനെ ഞാൻ എന്ത് ചെയ്തു? ഒന്നും കൂടി 4ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് ഓരോ ചെറിയ ട്രയാങ്കിളിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ വരും അല്ലേ? ഇനിയല്ലേ എനിക്ക് മൂന്നാമത്തെ ചിത്രം കിട്ടിയത്? 1/16 ആയിരുന്നു ഉണ്ടായിരുന്നത്. 1/16 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 1/16 എന്ത് ചെയ്തു? ഒന്നും കൂടി ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിന്റെ ഏരിയ എന്ത് വരും? 1/64 എന്ന് വരും. 1/64 ആയിരിക്കും എന്ത്? ഈ ഒരു ഇമേജിലത്തെ ഓരോ ചെറിയ ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ പോകും. ഇതെങ്ങനെയാണ് പോകുന്നത്? ഇതിന്റെ പാറ്റേൺ എങ്ങനെയാ? തൊട്ട് മുമ്പത്തെ നമ്പർ ഏതാണോ അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഇൻറ്റു 1/4 എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും റെഡ് ട്രയാങ്കിൾസിന്റെ ടോട്ടൽ ഏരിയ കേട്ടോ. ഓരോന്നിന്റെ ഏരിയ അല്ല, ടോട്ടൽ ഏരിയ. റെഡ് ട്രയാങ്കിൾസ് നോക്കാം. 1 2 3 മൂന്നെണ്ണാണല്ലോ. അപ്പൊ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഓരോ ട്രയാങ്കിളിന്റെയും 1/4 അല്ലേ? അപ്പൊ 1/4 ഇൻറ്റു 3, 3/4. 3/4 ആണ് ടോട്ടൽ ഏരിയ. 3/4 ടോട്ടൽ ഏരിയ. ഇനി അടുത്തതിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? ഇത് 3 ഈ 3 3 ഇൻറ്റു 3 അല്ലേ? ഇവിടെ 3 ട്രയാങ്കിള്, ഇതിന്റെ 3 കോപ്പി ഇവിടെ ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു 3 ചെയ്താൽ 9 കിട്ടും. 9 ഇവിടുത്തെ ഏരിയ എന്തായിരുന്നു? 1/16 ആയിരുന്നു ഓരോന്നിന്റെ. ഓരോ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 9 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. 9/16 അതായിരിക്കും അതിന്റെ ഏരിയ. ഇവിടെ 1/64 ആണ് ഓരോ ചെറിയ ട്രയാങ്കിളിന്റെ. ഇവിടെ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടാവും? റെഡ് ട്രയാങ്കിൾ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടാവും? ഇതിൽ 9 ആണെങ്കിൽ 9 ഇൻറ്റു 3 27 അല്ലെ? 27/64. നമ്മൾ ഇവിടെ എഴുതിയ അതേ നമ്പേഴ്സ് തന്നെയായിരിക്കും മുകളിൽ എഴുതിയിരിക്കുന്നത്. ഈ സീക്വൻസിൽ വരുന്ന നമ്പേഴ്സ് തന്നെയായിരിക്കും ഇവിടെ മുകളിൽ വരുന്ന നമ്പേഴ്സ് ഫ്രാക്ഷന്റെ. പിന്നെ ഇവിടെ എന്താണോ അടിയിൽ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത് അതിനായിരിക്കും ഈ ഒരു സീക്വൻസിലും വരുന്നുണ്ടാവും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സീക്വൻസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. 3 ഇൻറ്റു 1/4 3/4, 9 ഇൻറ്റു 1/16 9/16, 27 ഇൻറ്റു 1/64 27/64. അങ്ങനെ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ് ഗോൺ ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്.
Write the first 5 terms of each of the 3 sequences moved by continuing express. ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ 3 ടേംസ് എഴുതിയിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തത് കിട്ടണം. 27 into 3, 27 into 3 എത്രയാണ്? 7 3s 21, 3 2 6 80, 81, 81 കിട്ടും. ഇനി 81 into 3, 3 8 1 6 8 16 8 3s 24, 243 എന്ന് കിട്ടും. ഇങ്ങനെയായിരിക്കും ആ സീക്വൻസ് പോവുക. ഇവിടെ എന്ത് ചെയ്തു? 64 into 4 ചെയ്യാം. 64 into 4 256 എന്ന് കിട്ടും. അടുത്ത 256 into 4 1024 എന്ന് കിട്ടും. 1024. ഇനി ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യാം. 81 into 1/20 256, 81 256. പിന്നെന്ത് വരും? അടുത്തത് 243 into 1/1024, 243/1024. 5 ടേംസ് അതിൽ 1 2 3 4 5, 1 2 3 4 5, 1 2 3 4 5. ഈ 3 സീക്വൻസിന്റെ 5 ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. 4th ക്വസ്റ്റ്യനും സോൾവ്ഡ്.